ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷെഫ് മുസൈഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു പൊളിപ്പൊപ്പിളാപ്പി ഒരു ക്രീം ക്രമലായാലോ. അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ കണ്ടല്ലോ, ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 3 സ്ലൈസ് ബ്രെഡ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡെല്ലാം ഞാൻ കളഞ്ഞ്, അതിൻ്റെ ബ്രൗൺ ആയിട്ടുള്ള സൈഡെല്ലാം കളഞ്ഞിട്ട് വെച്ചേക്കാണ്. നോക്കിക്കോളി, 100 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മിൽക്ക് മേഡാണ്, കോണ്ടൻസ് മിൽക്ക് 1 ടിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് 250 ml 1 കപ്പ് നീഡോ പൗഡർ, 1 ലിറ്റർ ഫ്രഷ് പാൽ. ഇത്ര സാധനമാണ് നമുക്ക് ഇത് ക്രീമായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഉരുക്കി ക്രമലാക്കി ആ പാത്രത്തിൻ്റെ അടിയിലൊന്ന് ഒഴിക്കണം. അത് ആദ്യം നമുക്ക് അത് ചെയ്തും കൊണ്ട് വരാം. എങ്ങനെയാണെന്ന് അതൊന്ന് നോക്കാം. ഒരു ഫ്രൈ പാൻ വെച്ച് 250 പഞ്ചസാര അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ക്രമലാക്കാൻ ഞാനൊന്ന് തീ ഒന്ന് ഓണാക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് ക്രമലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വലിയ പാത്രമാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് 300 ഗ്രാം പഞ്ചസാര വരെ ഇട്ട് കൊടുക്കാം. അതാണ് ഞാൻ എടുത്തിട്ടുള്ള ഇതേമാതിരി ഒരു മോൾഡാണ്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാര അതിനകത്തോട്ട് വെച്ചിട്ട് ഒരു കളറാക്കി എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒഴിക്കാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി വേണം. അത് നമുക്ക് നോക്കാം. ക്രമൽ നമ്മൾ തയ്യാറാക്കി വെച്ച് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഇത് ബാറ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. 1 ലിറ്റർ പാല്, ക്രീം ക്രമലാണ്, 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ നിങ്ങൾ. അതിൻ്റെ കൂടെ 250 ml 1 കപ്പ് നീഡോ പൗഡറാണ്. കണ്ടല്ലോ നിങ്ങൾ. ഇത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നീഡോ പൗഡർ ഒന്ന് കട്ടിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. നോക്കി. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 100 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കോണ്ടൻസ് മിൽക്ക് ഉള്ളതിൻ്റെ പേരിലാണ് 100 ഗ്രാം പഞ്ചസാര ആക്കിയത്. 100 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കോണ്ടൻസ് മിൽക്ക് മധുര ബാലൻസ് ചെയ്യുമല്ലോ. അത് ഞാൻ അതുപോലെ തന്നെ മിൽക്ക് മേടി ഇതിനോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഞാൻ അതിനകത്തോട്ട് 5 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നു. 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 2 3 4 5. ഇത് ഫുള്ളായിട്ടുണ്ട്. ഇപ്പോഴേ നമുക്കിത് അടിച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ബിസ്മില്ല, ഞാൻ എൻ്റെ ബ്ലെൻഡറിലോട്ട് വെക്കുകയാണ്. ബ്ലെൻഡറിലോട്ട് ഞാൻ അടച്ച് വെക്കാൻ പോകുന്നു. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 3 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബിസ്മില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ച് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആ 3 ബ്രെഡും പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ അടിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. നോക്കിക്ക്, ഈ നമ്മൾ ഉണ്ടാക്കി ഒഴിച്ച് വെച്ച ക്രീം ക്രമൽ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടിയുള്ളത്. ഇത് അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബിസ്മില്ല. നല്ല കണക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടാണ് വരണം. ഇതിൻ്റെ അളവ് നിങ്ങൾ ഒരു കാരണവശാലും അളവ് മാറ്റരുത്. കണ്ടല്ലോ നിങ്ങൾ. ഇത് നമുക്കിനി ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് മൂടിയിട്ട് സ്റ്റീമറിലാണ് വെച്ച് ഞാനിത് ഒരു 50 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ നല്ലതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഞാൻ മൂടുകയാണ്, കവർ ചെയ്തെടുക്കുകയാണ്. നോക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്യണം. കവർ ചെയ്തിട്ടാണ് ഇത് സ്റ്റീമറിലോട്ട് ഇറക്കി വെക്കേണ്ടത്. സ്റ്റീമർ ഞാനും കാണിച്ചു തരാം.
ഞാൻ ഇതേമാതിരി ഒരു സ്റ്റീമറാണ് എടുത്തിട്ടുള്ളത്. ഈ സ്റ്റീമറിന് ഞാൻ വെള്ളം അടുപ്പി വെച്ച് നല്ലതായിട്ട് തിളച്ച് കിടക്കുകയാണ്. ആവിയോടുകൂടി ഇതിനകത്തോട്ട് ഞാൻ ഇറക്കി നമ്മൾ അടിച്ച ബാറ്റർ ഇതിനകത്തോട്ട് ഇറക്കി വെക്കാൻ പോവുകയാണ്. കണ്ടല്ലോ നിങ്ങൾ, ഞാൻ സ്റ്റീമറിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ച് ഞാൻ കവർ വെച്ച് ഒന്ന് മൂടി കൊടുക്കാം. ബിസ്മില്ല. ഈ ഒരു 50 മിനിറ്റ് കൂടിയാൽ 1 മണിക്കൂർ, അതിൻ്റെ അപ്പുറം പോകണ്ട. അപ്പോൾ ഒരു 50 മിനിറ്റ് ആകുമ്പോൾ ഒരു പിക്ക് കൊണ്ട് ഇത് കുത്തി നോക്കണം വെന്തോ വെന്തില്ലേ എന്നുള്ളത്. അപ്പോഴും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളുണ്ടാക്കിയ ക്രീം ക്രാമൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചില്ല. ഞാനത് പെട്ടെന്ന് എടുത്ത് തണുക്കാൻ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ആ ഫുഡിങ്ങാണ്. ഇതാണ് കണ്ടല്ലോ, ക്രീം ക്രമലാണ്. ഇന്ന് വെറും 1 മണിക്കൂറാണ്. നിങ്ങൾ അതേപോലെ തന്നെ ഉണ്ടാക്കണം. അടിപൊളിയായിരിക്കും. എല്ലാവർക്കും, കൊച്ചുങ്ങൾക്കൊക്കെ കഴിക്കാൻ, കുട്ടികൾക്കൊക്കെ സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് നമുക്കൊന്ന് സർവ് ചെയ്യാം. അതിനാണ് ഞാൻ ഇപ്പം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഒരു കുഴിയുള്ള ഒരു ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ്. ഇതിനകത്തോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് സർവ് ചെയ്യും മുമ്പ് ഇതിന് 4 വശം നല്ല ഇളവി ഇരിക്കുകയാണ്. ഇതാ കണ്ടല്ലോ. അപ്പോൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് അതിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാൻ. കണ്ടല്ലോ നിങ്ങൾ, ഞാൻ ഇതേമാതിരി എടുത്ത് കമത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊക്കി നോക്കുമ്പോൾ അറിയാം ഇത് എന്താണ് കോലം എന്നുള്ളത്. അപ്പോഴും നമുക്കൊന്ന് നോക്കാം. ഞാനിത് കമത്തി വെച്ചു, പക്ഷേ ഇത് തിരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കോലം നമുക്ക് എന്താണെന്ന് അപ്പം നോക്കാം. ബിസ്മില്ല, നമുക്കിതൊന്ന് പൊക്കിയെടുക്കാം എന്താണെന്നുള്ളത്. വാവ് വാവ് വാവ്, മാഷാ അല്ലാഹ്, തബാറക റഹ്മാൻ, മാഷാ അല്ലാഹ്, തബാറക റഹ്മാൻ. എൻ്റെ പൊന്നാര മുത്തുമണികളെ, നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്താണ് ഇതിൻ്റെ കോലം എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടോക്കി കാണി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്യണമെങ്കിൽ, ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 4 വശവും കീവിയ, ഓറഞ്ച് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. ഈ പുഡിങ് നിങ്ങൾ കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.